കൊല്ലം കരുനാഗപ്പള്ളിയിൽ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് ഗുണ്ടാ നേതാവിന്റെ ജന്മദിനം ആഘോഷിച്ചു. ആ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഗുണ്ടാ നേതാക്കളായ MS നിതീഷ്, തൻസീർ, ബിൻഷാദ് എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. കണ്ടാൽ അറിയാവുന്ന 25 പേരും പ്രതിപ്പട്ടികയിലുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. 24 ഇമ്പാക്ട് അരുൺ രാജാണ് ചേരുന്നത് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ രാജ്, ഈ അടുത്ത കാലത്തുള്ള വാർത്തകളിലെല്ലാം തന്നെ കൊലപാതകം, അക്രമം ഇതെല്ലാം ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുന്ന ഒരു കാലത്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ആ വാർത്തയിൽ ഇപ്പോൾ എന്തായാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു അല്ലേ അരുൺ രാജ്? തീർച്ചയായും സ്മിത, 8 പേർ, അത് കാപ്പ കേസിലെ പ്രതികളാണ്. 8 കാപ്പ കേസിലെ പ്രതികൾ, അങ്ങനെ തുടങ്ങുന്ന 25ഓളം വരുന്ന സംഘങ്ങളാണ് ഈ കരുനാഗപ്പള്ളി മെമ്മറീസ് ഹോട്ടലിൽ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. MS അനീഷ് എന്ന ഗുണ്ടാ നേതാവിന്റെ ജന്മദിനാഘോഷമാണ് അവിടെ നടന്നത്. ഇതിൽ തൻസീർ അടക്കമുള്ള ഗുണ്ടാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തതിന് പിന്നാലെയാണ് 25ഓളം കണ്ടാൽ അറിയുന്നവർക്കെതിരെയും 3 പേർക്കെതിരെയും മറ്റു 3 പേർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ്, അത് കരുതൽ തടങ്കലെടുക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതികളാരും നിസ്സാരക്കാരല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ഹോട്ടലടക്കം അല്പസമയം മുമ്പ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലില്ലെന്നും 8 ദിവസം മാത്രമാണ് തങ്ങൾക്ക് ബാക്കപ്പ് ഉള്ളതെന്നുമാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവേശം സിനിമാ മോഡലിൽ വടിവാൾ കൊണ്ടുവന്ന കേക്ക് മുറിച്ച് ആഘോഷമായിരുന്നു. അത് വലിയ തോതിൽ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചർച്ച ചെയ്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുള്ളത്. അന്യായമായി സംഘം ചേരൽ, ആയുധം കൈവക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി, വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് ഗുണ്ടാ നേതാവിന്റെ ജന്മദിനം ആഘോഷിച്ചതിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 25 പേരും പ്രതിപട്ടികയിൽ ചേർന്നിട്ടുണ്ട്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും അരുൺ രാജ് തന്നെയാണ്.